പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാണ് നാം ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓരോ ദിനവും ഓരോ ആഴ്ചവട്ടവും അതിശയകരമായി അത്ഭുതകരമായി അതാത് സ്ഥാനങ്ങളിൽ നമ്മെ ഏവരെയും പോറ്റിപ്പുലർത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം. ദ ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 3 നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള ധന്യമായ ഒരു സാക്ഷ്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നാം വായിച്ചു കേട്ടത്. മേദ്യ പാർസ്യ രാജ്യത്തിന്റെ മേദ്യനായ ദാര്യാവേശ് തന്റെ രാജ്യം മുഴുവനും ശക്തമായ ഭരണം നിലനിൽക്കേണ്ടതിന് 120 ദേശാധിപതിമാരെ, ഗവർണർമാരെ നിയോഗിച്ചു. ആ 120 പേർക്ക് അധിപന്മാരായി പ്രധാന ദേശാധിപതികളായി 3 പേരെ നിയമിച്ചു. ഈ 3 പേരാണ് രാജാവിന്റെ ഖജനാവിൽ നഷ്ടം വരാതെ രാജാവിന് വരേണ്ടത് മുഴുവനും കൃത്യമായ അളവിൽ തിട്ടപ്പെടുത്തി ഉറപ്പാക്കേണ്ടത്. അവരിൽ ഒരാളായിരുന്നു ദാനിയേൽ. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് ഈ 3 ഒരുവനായ ദാനിയേൽ മറ്റ് 2 പേരെക്കാളും ബാക്കി 120 പേരെക്കാളും, ചുരുക്കത്തിൽ മൊത്തം ദാനിയേൽ ഉൾപ്പെടെ 123 പേർ ഉണ്ടെങ്കിലും ബാക്കിയുള്ള 122 പേരിലും ഏറ്റവും ശ്രേഷ്ഠനായി വിളങ്ങി. അതിന്റെ കാരണം എന്താണ്? ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നു എന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഉത്കൃഷ്ടമാനസൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്കൃഷ്ടമായ മനസ്സോട് കൂടിയവൻ. ഉത്കൃഷ്ടം എന്ന മലയാള പദത്തിന് ശ്രേഷ്ഠം, മഹത്വരം, ഉന്നതമായത്. ഇംഗ്ലീഷിൽ അതിന് എക്സലന്റ് എന്നൊരു വാക്കാണ് ഒറ്റ വാക്കിൽ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുക. അപ്പോൾ ദാനിയേൽ ഉന്നതമായ, ശ്രേഷ്ഠമായ, മഹത്വമേറിയ ഒരു മനസ്സിന്റെ ഉടമയായതുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ താൻ ഏറ്റവും നന്നായി വിളങ്ങി. അതുകൊണ്ട് രാജാവ് ഉള്ളത്തിൽ ഒരു തീരുമാനമെടുത്തു. ഈ രാജ്യങ്ങൾക്ക് മുഴുവനും പ്രധാന അധ്യക്ഷനായി, എളുപ്പം മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി പദം എന്ന നിലയിൽ ദാനിയേലിനെ ഉയർത്തുവാൻ തീരുമാനിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ആത്മാർത്ഥത, നിഷ്കളങ്കത, ദൈവത്തോടും മനുഷ്യരോടും കൂട്ടുകാരോടും കുടുംബത്തിലുള്ളവരോടും രക്തബന്ധത്തിൽപ്പെട്ടവരോടും കൊളീഗ്സിനോടും ഒക്കെയുള്ള നമ്മുടെ സമീപനവും ആത്മാർത്ഥതയും വിശ്വസ്തതയും ആരും പരിഗണിക്കണമെന്നില്ല. ഇന്ന് അതിനൊന്നുമല്ല മൂല്യമുള്ളത്.
ജനം വില കൽപ്പിക്കുന്നത്. മുഖത്ത് നോക്കി മുഖസ്തുതി പറയുകയും താൽക്കാലികമായി ആളിനെ ഉയർത്തി പൊക്കിപ്പറഞ്ഞാൽ ആ ആളുകൾ ഏവർക്കും പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഉത്കൃഷ്ട മാനസരായവർ ഇങ്ങനെയുള്ള സ്വഭാവത്തിന്റെ ഉടമകളല്ല. അവർ കൃത്യമായി വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, വളരെ സിൻസിയറോടെ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ്. അവരെ ദൈവത്തിന് മാത്രമേ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ അതുപോലെ വിശ്വസ്തരായ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും മാത്രം. അങ്ങനെയുള്ളവർക്ക് ഇന്ന് നിലനിൽപ്പില്ല എന്ന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാട് നമ്മെ പഠിപ്പിക്കുന്നു. അത് ഇന്ന് മാത്രമല്ല, ദാനിയേലിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. 6-ാം അധ്യായം താഴോട്ടുള്ള 4 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 122 പേർ ഒറ്റക്കെട്ടായി നിന്ന് ദാനിയേലിനെതിരെ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവത്തെ മാത്രം നോക്കി, ദൈവ സാന്നിധ്യം മാത്രം അനുഭവിച്ച് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും ഉത്കൃഷ്ടമാനസരായി ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിലകൊണ്ടാൽ താൽക്കാലികമായി ചില ഒറ്റപ്പെടലുകൾ, ചില പഴികൾ, ദുഷികൾ, ചില സിംഹക്കുഴികൾ, ഇവയിൽ കൂടെയൊക്കെ പോകേണ്ടി വരും. പക്ഷേ സിംഹം നമ്മെ തൊടാതെ വണ്ണം സിംഹക്കൂട്ടിൽ നാം എത്തുന്നതിന് മുമ്പേ തന്റെ ദൂതനെ അയക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ മനോഭാരത്തോടെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും കർത്താവിന് വേണ്ടി ഓടി നടന്നിട്ട്, എനിക്ക് ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്, എന്റെ കുടുംബത്തിന്, എന്റെ മക്കൾക്ക്, എന്റെ ഭർത്താവിന്, ഞാൻ നിലകൊള്ളുന്ന എന്റെ പ്രസ്ഥാനത്തിന് എന്താണ് ഇങ്ങനെ എന്നുള്ള അനവധി ചോദ്യവുമായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. അതെ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവം നിങ്ങളുടെ നിഷ്കളങ്കത, ആത്മാർത്ഥത, സത്യസന്ധത സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും മാനിച്ചിരിക്കും. അതെ, ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ശ്രേഷ്ഠനായി വിളങ്ങിയെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം മാനിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെ കർത്താവ് വിലയിരുത്തട്ടെ. നിശ്ചയമായും ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു പ്രതിഫലമുണ്ട്, നിശ്ചയം. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്താൽ ധന്യമാവട്ടെ. നാം വായിക്കുന്നുണ്ട്, ഈ നിലയിൽ ദാനിയേലിനെതിരെ കുതന്ത്രങ്ങൾ മെനിഞ്ഞ് ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട അവരെ മൊത്തത്തിൽ കുടുംബമായി സിംഹക്കുഴിയിലേക്ക് ഇടുവാൻ അതേ ദാര്യാവേശ് രാജാവ് തന്നെ കൽപ്പനയിടുകയും അവർ സിംഹത്തിന്റെ കുഴിയിൽ പരിപൂർണമായി വീഴുന്നതിന് മുൻപ് തന്നെ സിംഹം അവരെ വിഴുങ്ങിക്കളഞ്ഞുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ നിങ്ങളെ വിഴുങ്ങിക്കളയുവാൻ, തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ അലറുന്ന സിംഹം പോലെ നമുക്ക് ചുറ്റും അനേകർ ഓടി നടക്കുന്നുണ്ട്. ചിലർ നമ്മുടെ കൂട്ടുകാരാണ്, ചിലർ നമ്മുടെ കൂട്ടായ്മക്കാരാണ്, ചിലർ നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. പക്ഷേ തമ്പുരാൻ എല്ലാവരെയും അറിയുന്നു, നമ്മെയും അറിയുന്നു, എല്ലാം അറിയുന്നു. നിശ്ചയമായും നമ്മുടെ സത്യസന്ധതയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം വില കൽപ്പിച്ചിരിക്കും. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നത് ദാനിയേൽ കടന്നു പോയതുപോലെയുള്ള ചില അവസ്ഥയിൽ കൂടെയാണോ? നിശ്ചയമായും ദൈവം നിങ്ങളെ മാനിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിന് തക്കതായ പ്രതിഫലം നിശ്ചയമായും നൽകുക തന്നെ ചെയ്യും. സത്യം ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായും ദൈവഹിത പ്രകാരം അത്
അംഗീകരിക്കപ്പെടുകയും സ്വർഗത്തിലെ ദൈവം അതിനെ മാനിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്താൽ ധന്യമാക്കപ്പെടട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ഇന്നത്തെ ദൈവജനം പോലെ ഞാൻ നിങ്ങളും എവിടെയായിരിക്കുന്നോ അവിടെയെല്ലാം ശ്രേഷ്ഠരായി വിളങ്ങട്ടെ. നമ്മെ ഏൽപ്പിച്ച മേഖലകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ശുശ്രൂഷ മേഖലകൾ സകലവും ശ്രേഷ്ഠമായി വിളങ്ങുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കട്ടെ. അതിന് ദാനിയേലിന്റെ ജീവിതം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ഏറ്റവും ശ്രേഷ്ഠനായി തീർന്നുവെന്നും അതുകൊണ്ട് രാജാവ് അവനെ മാനിച്ച് അവനെ ഉയർത്തുവാൻ തീരുമാനിച്ചുവെന്നും ഇത് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അപ്പ, ഞങ്ങളുടെ കൂടെയുള്ളവർ ഞങ്ങളെ നിന്ദിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഞങ്ങളുടെ സ്നേഹിതർ അകന്നു മാറുമ്പോൾ അപ്പം ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നു, ഞങ്ങളുടെ അവസ്ഥയെ അറിയുന്നു. ഇന്ന് ഈ നിലകളിൽ വേദനയിലോ നിരാശയിലോ സങ്കടത്തിലോ ആരെങ്കിലും ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ അപ്പനവരോട് കൂടെയിരിക്കണം. നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദാനിയേലിനോട് കൂടെയിരുന്ന ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ കരം പിടിച്ചു നടത്തി അവരെ ഉന്നതിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് ഉയർത്തണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഒരു വലിയ ഉത്തേജനമാവട്ടെ. ഞാൻ മാത്രം ഇത്ര വിശ്വസ്തമായി കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്തിട്ട് എന്ത് കാര്യം? എന്റെ കൂടെയുള്ളവർ അങ്ങനെ അല്ലല്ലോ, എന്നോട് ഇടപെടുന്നത് അങ്ങനെ അല്ലല്ലോ, എന്റെ വീട്ടുകാർ അങ്ങനെ അല്ലല്ലോ, പിന്നെ ഞാനായിട്ട് എന്തിന് ഇങ്ങനെ ഇത്ര വിശ്വസ്തത പുലർത്തണം? അല്ല, ഒരിക്കലുമല്ല. ദൈവജനം പറയുന്നു, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നന്മ ചെയ്യുന്നവൻ നന്മ ചെയ്യട്ടെ, നിശ്ചയമായും നമുക്ക് പ്രതിഫലമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. സർവശക്തനായ ദൈവം നമ്മ ഏവരെയും അനുഗ്രഹിച്ച് മാനിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.